ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നത് നോക്കാം. ലവേഴ്സിനോട് യൂണിവേഴ്സിന് എന്താണ് പറയാനുള്ളത്, എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം എന്ത് എനർജിയിലാണുള്ളത്, എന്താണ് നിങ്ങൾക്ക് ഇന്ന് തരുന്ന ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് അൺറിക്വൈറ്റഡ് ലവ് ആണ്. അപ്പോൾ ഇത് ആരോ കൃത്യമായിട്ട് ചില ആളുകളെ പോയിന്റ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ദർ ഇസ് നോട്ട് എനഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻഷിപ്പ് ഗോയിങ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു സ്റ്റാഗ്നേഷൻ പീരീഡിലായിരിക്കും ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്നെസ് ഉണ്ടായിരിക്കാം. നിങ്ങൾക്കിപ്പോൾ അത് വേണ്ട, ഈ റിലേഷൻഷിപ്പ് വേണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കാം. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനകത്തൊരു കെമിസ്ട്രിയോ ഒരു അട്രാക്ഷനോ ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ വേണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലരുടെയാണ്, എല്ലാവരുടെ അല്ല. പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്. അപ്പോൾ ഇത് ഇന്ന് കണക്റ്റഡ് ആണ്. ആരോടോ ഉള്ള കൃത്യമായ മെസ്സേജാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിപ്പോൾ ഒരു അട്രാക്ഷനും ഒരു കെമിസ്ട്രിയും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രം ഇതെടുക്കാം. നിങ്ങൾ റെഡ് ഫ്ലാഗ്സ് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ചിലപ്പോൾ ഇതിൽ നിന്ന് മൂവ് ചെയ്യേണ്ട സമയമായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്ര സ്മൂത്തായിട്ട് മുന്നോട്ട് പോകേണ്ടതല്ല. നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ സയൻസ് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ റെഡ് ഫ്ലാഗ്സ് കാണിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിക്കണം. റെഡ് ഫ്ലാഗ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ. ആ കെമിസ്ട്രി വർക്ക് ചെയ്യാത്തവർക്കാണ് കേട്ടോ. ദെൻ യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വർത്ത് എക്സ്പ്ലോറിങ്. നിങ്ങൾക്ക് തന്നെയുള്ള മെസ്സേജാണ്. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഫീലിങ്സ് റിയൽ ആണ്, വർത്ത് എക്സ്പ്ലോറിങ് ആണ്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതിനനുസരിച്ച് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഒരു എഫേർട്ടിലാണ് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങളിതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇങ്ങനെ പിടിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന അല്ല സ്നേഹം, പിടിച്ച് തൂക്കിയിടാൻ പറ്റുന്നതും അല്ല റിലേഷൻഷിപ്പുകൾ. അപ്പോൾ നമ്മൾ സ്മൂത്തായിട്ടത് പോകുന്നില്ല എങ്കിൽ, അത് സ്റ്റാഗ്നൻ്റ് ആണ്, അവിടെ മൂവ്മെൻറ്റ് ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മളും ഒന്ന് സ്റ്റാഗ്നൻ്റായിട്ട് നിന്ന് നോക്കുക. അങ്ങനെ ഒരു മൂവ്മെൻറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ അത് വിട്ട് കളയുന്നതാണ് നല്ലത്. ഒരാളുടെ എഫേർട്ടിൽ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകത്തില്ല. നമ്മളിടുന്ന എഫേർട്ട് പിന്നെ വെറുതെ ആയിരിക്കും. കാരണം രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് എഫേർട്ട് ഉണ്ടെങ്കിലാണ് സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാവത്തുള്ളൂ. ഒരാളുടെ എഫേർട്ടിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ ആൾക്ക് മടുത്തു എന്നാണ്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റെഡ് ഫ്ലാഗ്സ് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കും. അത് ഉണ്ട് എന്ന് ഉറപ്പ് കിട്ടിയാൽ നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ റിലേഷൻഷിപ്പിലുള്ളവരോടാണ്, നിങ്ങൾക്ക് മനസ്സുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം റിലേഷൻഷിപ്പിൽ നിൽക്കുക. അല്ലാത്തവർ ആ റിലേഷൻഷിപ്പ് വിട്ട് കളഞ്ഞിട്ട് പോയി കളയുക. നിങ്ങൾ വർത്ത് ലവിങ് ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അങ്ങനെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, താങ്ക് യു.